ടാലി പ്രൈമിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രൈമിൽ 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ ഉണ്ടായിരിക്കും. ഓരോ സബ്ജക്ട് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ടാലി പ്രൈമിന്റെ പൂർണ്ണമായിരിക്കുന്ന കോഴ്സുകളാണ് നമ്മൾ ഈ ഒരു തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചപ്പോൾ അതിന്റെ അവസാന ഭാഗത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ആദ്യം ടാലി സേവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനി വരിക എന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ ടാലി നമുക്ക് കമ്പനി ക്രിയേഷൻ സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു തരും. പിന്നെ അതിനുശേഷം നമുക്ക് വളരെ കുറഞ്ഞ ഓപ്ഷനുകളാണ് ആദ്യം കാണിച്ചു തരിക. ആദ്യം നമുക്ക് ടാലി കാണിക്കുന്ന ഓപ്ഷനുകൾ ഏതൊക്കെയാണ് നമുക്കത് നോക്കാം. ആദ്യം നമുക്ക് ടാലി കാണിക്കുന്ന ആകെ ഒരു 6 ഓപ്ഷനുകളാണ്. അക്കൗണ്ടിങ്ങും ഇൻവെന്ററിയും ടാക്സേഷനും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ടാണ് ടാലി അങ്ങനെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് അത്രയും കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി. ഇപ്പൊ നോക്കുക, ഇതിൽ തന്നെ ടാലി വീണ്ടും കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇതായിരിക്കും. വീണ്ടും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് വീണ്ടും നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷനിലേക്ക് പോകേണ്ടത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അക്കൗണ്ടിങ്, ഇൻവെന്ററി, ടാക്സേഷൻ, ഓൺലൈൻ, പേറോൾ, അതേഴ്സ്, ഇങ്ങനെ 6 ഹെഡുകളിലായിട്ടാണ് ഈ കാര്യങ്ങളെ, ഈ ഓപ്ഷനുകളെ ടാലി കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്കറിയാം. നമ്മൾ ഫീച്ചേഴ്സിൽ പോകണമെങ്കിൽ നമുക്ക് ആദ്യം അക്കൗണ്ടിങ് ഫീച്ചേഴ്സ്, ഇൻവെന്ററി ഫീച്ചേഴ്സ്, ടാക്സേഷന്, സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ്, ഇങ്ങനെ ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ ഭാഗങ്ങളെയും ഒറ്റ വിൻഡോയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈമിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ ചോദിക്കുന്നത്, നമ്മളത് എനേബിൾ ചെയ്തിട്ടുണ്ട്. ബിൽ വൈസ് എൻട്രി എന്നുള്ളത് നമ്മളെ എനേബിൾ ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് സെന്റേഴ്സ് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കായിരിക്കും നല്ലത്. നമ്മൾ അതിന്റെ ആ ഒരു ഭാഗം വരുന്ന സമയത്ത് അത് എനേബിൾ ചെയ്യാം. നമ്മളിപ്പോൾ തന്നെ അത് എനേബിൾ ചെയ്താൽ നമുക്ക് ആ ഭാഗം ചിലപ്പോൾ നമ്മൾ കവർ ചെയ്യാതെ പോകും. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, കോസ്റ്റ് സെന്റേഴ്സ് എന്നുള്ളതും നമ്മൾ നോക്കുന്നില്ല. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റുകൾ കൊടുക്കുന്നതും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അതിന്റെ കാൽക്കുലേഷൻ കൃത്യമായിട്ട് വരാനുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, അതും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എനേബിൾ ചെയ്തിട്ടില്ല. കാരണം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് വലിയ പ്രയാസമായിരിക്കും. ഇനി നമ്മൾ അടുത്ത ഹെഡിലേക്ക് പോകുന്നു. ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട് ഇൻവെന്ററി അത് നമ്മൾ എസ് കൊടുത്തിട്ടുണ്ട്. ഇൻവെന്ററിയും അക്കൗണ്ട്സും എന്നുള്ളത് നമ്മൾ എസ് കൊടുത്തിട്ടുണ്ട്. മൾട്ടി പ്രൈസ് ലെവൽ എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. ഈ മൾട്ടി പ്രൈസ് ലെവൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹോൾസെയിലർക്കും റീറ്റെയിലർക്കും അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കമ്പനിയിൽ എന്തുണ്ടാവും, പല ആളുകൾക്കും പല റേറ്റ് കൊടുക്കും. ഇപ്പോൾ ഈ ഹാർഡ്വെയർ ഷോപ്പുകളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് വരുന്ന ഒരു കസ്റ്റമർക്കും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ചില റേറ്റിലേക്ക് മാറ്റം കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു മൾട്ടി പ്രൈസ് ലെവൽ നമുക്കുണ്ടെങ്കിൽ ആ മൾട്ടി പ്രൈസ് ലെവൽ സെറ്റ് ചെയ്യാനൊരു ഓപ്ഷനാണിത്. നമുക്ക് ആ ഭാഗം സെയിൽസിന്റെ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിശദമായിട്ടൊന്ന് പരിചയപ്പെടാൻ തോന്നുന്നുണ്ട്. പിന്നെ ബാച്ചുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ പ്രൊഡക്റ്റിന് ഓരോ ബാച്ച് നമ്പർ ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ആ ഒരു ബാച്ച് നമ്പറുകൾക്ക് അനുസരിച്ചാണ് ഓരോ പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യാറുള്ളത്. അപ്പൊ ആ ബാച്ച് നമ്പറുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് എനേബിൾ ചെയ്ത് വെക്കാം. നിലവിൽ നമ്മൾ ഈ സംഭവങ്ങളൊന്നും നമ്മൾ ഓപ്പൺ ചെയ്യാത്തെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എനേബിൾ ചെയ്തിട്ട് ടാലിയിൽ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ഇങ്ങനെ വരും. നമ്മൾ ഈ ബില്ല് അടിക്കുന്ന സമയത്തും എൻ്റർ ചെയ്യുന്ന സമയത്തൊക്കെ വരും. അത് നമുക്ക് നമ്മളെ സുഖകരമായ ഒരു അക്കൗണ്ട്സ് വർക്കിന് വളരെ പ്രയാസമായിരിക്കും. ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. ആവശ്യമില്ലാത്തൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ ഇതിൽ ജോബ് ഓർഡർ ആണ്. ജോബ് വർക്കുകൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഓർഡറുമായി ബന്ധപ്പെട്ട അതിന്റെ ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ കോസ്റ്റ് ട്രാക്കിങ്, ജോബ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇൻവോയ്സ്, നമ്മുടെ സെയിൽസ് ബില്ലിൽ നമുക്കൊരു ഡിസ്കൗണ്ടിന്റെ കോളം കൂടി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമ്മളതൊന്ന് ഇവിടെ നോ കൊടുത്തു വെക്കാം. ഇത് തന്നെ അതിനുശേഷം നമ്മൾ സെയിൽ ബില്ല് അടിക്കുന്ന സമയത്ത് നമുക്ക് കൊണ്ടുവരാം. പിന്നെ ആക്ച്വൽ ബില്ല് ക്വാണ്ടിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതും നമുക്ക് സെയിൽ ബില്ല് അടിക്കുന്ന സമയത്ത് നോക്കാം. ടാക്സേഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ GST മാത്രമായിരിക്കും മിക്ക ആളുകൾക്കും ഇപ്പോൾ ആവശ്യമായിട്ട് വരിക. അത് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതുകൊണ്ട് ഞാൻ നിലവിൽ അത് നോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ GSTയുടെ ഭാഗത്ത് മാത്രം ഒരു വീഡിയോ ചെയ്യാൻ തോന്നുന്നുണ്ട്. ഓക്കെ, ഇതിനുശേഷം TDS ആണ്. ചില ആളുകൾക്ക് TDS ഉണ്ടാവും. ട്രാൻസ്പോർട്ടിങ്ങും മറ്റു വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് 1% TDS ഒക്കെ വരും. ഓക്കെ, അപ്പൊ TDS ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, TDSന്റെ ഇവിടെ എനേബിൾ ചെയ്ത് വെക്കാം. TCS ആവശ്യമുള്ളവർക്ക് ടാക്സ് കളക്ടർ സോഴ്സ് ആണ്. ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ ഓൺലൈൻ ഷോപ്പുകൾക്ക് ആവശ്യമായിട്ട് വരുന്ന സംഭവമായിരിക്കും അത്. അതിൽ സെയിൽ ചെയ്യുന്ന ആളുകൾക്ക് അത് വേണ്ടി വരും. വാറ്റ് നിലവിൽ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. എക്സൈസ് ഡ്യൂട്ടി നിലവിൽ ആവശ്യമുള്ളവരുണ്ടാവില്ല, പക്ഷെ ആവശ്യമുള്ളവരുണ്ടാവും. കാരണം ചില പ്രൊഡക്റ്റുകൾക്ക് ഇപ്പോഴും എക്സൈസ് ഡ്യൂട്ടിയും വാറ്റൊക്കെ നമുക്ക് നിലവിലുണ്ട്. സർവീസ് ടാക്സും നിലവിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതാണ് ടാക്സേഷനുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളത്. പിന്നെ ഓൺലൈൻ ആക്സസിൽ നമ്മൾ ഒരു യൂസർ നെയിം പാസ്വേഡ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ MDക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റും മറ്റൊക്കെ കാണാനുള്ള ഒരു ഓപ്ഷനാണ് ഓൺലൈൻ ആക്സസ്. അത് നമ്മളിവിടെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് അത് നോക്കാം അടുത്തൊരു സമയത്ത്
ഓരോ സംഭവം നോക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ടാലി നെറ്റുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ പേറോളാണ്. സ്റ്റാഫുകളൊക്കെ കൂടുതലുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സാലറി ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പേറോൾ സംവിധാനം. പേറോൾ പഠിക്കുന്ന സമയത്ത് നമുക്കും അത് എനേബിൾ ചെയ്യാം. പിന്നെ നമ്മുടെ സ്ഥാപനത്തിന് മൾട്ടിപ്പിൾ അഡ്രസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ വൗച്ചറുകളുടെ മോഡിഫൈഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതൊക്കെ നമുക്ക് ഓരോ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോകൾ തന്നെ നിങ്ങൾക്ക് അധികമായിട്ട് തോന്നാൻ പാടില്ലല്ലോ. അപ്പൊ ഘട്ടമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ വീഡിയോകളാകുമ്പോൾ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രമായിരിക്കും ആ ഒരു സബ്ജക്റ്റിൽ ഉണ്ടാവും ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഫീച്ചേഴ്സിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത്. ആവശ്യമുള്ളതിനെ മാത്രം നമ്മൾ എനേബിൾ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പല ആളുകൾ എന്താ വെച്ചാൽ ഈ എല്ലാ ഫീച്ചേഴ്സിലൊക്കെ എസ് ചെയ്ത് വെക്കും. ഇതൊക്കെ എനേബിൾ ചെയ്ത് വെക്കുന്നതോട് കൂടി എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരുപാട് ഓപ്ഷനുകൾ നമ്മൾ വൗച്ചർ എൻ്റർ ചെയ്യുന്ന സമയത്ത്, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, സെയിൽ ബിൽ അടിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആവശ്യമില്ലാത്ത ഓപ്ഷനുകൾ ഇങ്ങനെ കയറി വരും. അപ്പൊ നമുക്കത് വർക്കിലൊരു ചടപ്പുണ്ടാക്കാൻ കാരണമാവും. അതുകൊണ്ട് ആവശ്യമുള്ളതിനെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത്. നാളെ നമ്മൾ ഈ GST ടാക്സേഷനുമായി ബന്ധപ്പെട്ട് GST ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നു. ഗുഡ് ബൈ.